ഫാൻസിനൊക്കെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്, അവരുടെ മെസ്സേജസിനൊക്കെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. സോ യു ഷെയർഡ് മീ വൺ എക്സ്പീരിയൻസ് അല്ലേ? ടെക്സ്റ്റ് ചെയ്തില്ല, ഞാൻ വോയിസ് അയച്ചു. എടാ നീ കാണുന്ന സെറ്റപ്പൊക്കെ ഉള്ളിട്ടാ, അല്ലാതെ ഒന്നുമില്ല. നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുക. അപ്പം ഈ ജേണിക്കകത്ത് ചിലപ്പോൾ ഞങ്ങൾക്ക് സ്പ്ലിറ്റ് ആവേണ്ടി വന്നേക്കാം. ബട്ട് സ്പ്ലിറ്റ് ആവുന്ന സംഭവം എന്തായാലും ഇവനും എൻ്റെ കൂടെ കാണും, ഞാൻ അവൻ്റെ കൂടെ കാണും. ഇതാണ് ഞങ്ങളുടെ ഡ്രീം വർക്ക്. ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്ത് പാടുമ്പോഴത്തേക്ക് അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ അറിയത്തില്ലായിരിക്കും. എൻ്റെ പേര് SD. ഇത് ഇപ്പോൾ JB കയറിയപ്പോഴും ഞാൻ ഇത് പറഞ്ഞതാ. ബട്ട് ഇപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഒരു ദിവസം എൻ്റെ പാട്ട് നിങ്ങളെ പ്ലേലിസ്റ്റ് ഭരിക്കുന്ന ഒരു ദിവസം വരും. ഇപ്പം ആ പോർമുഖം പറഞ്ഞില്ലേ പ്ലേലിസ്റ്റ് ഭരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ അന്ന് ഇറങ്ങിയപ്പോഴേ ഞങ്ങൾ പറഞ്ഞു കൊല്ലത്ത് ഇനി ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആ പോർമുഖം നിങ്ങൾ പാടിയിരിക്കും എന്നുള്ള പാടണം, എല്ലാവരും പാടണം എന്നുള്ള ചേർത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. കുറച്ച് നാൾക്ക് ശേഷം കഴിഞ്ഞ മാസം ഞങ്ങൾക്കൊരു കൊല്ലത്ത് പരിപാടി കിട്ടിയായിരുന്നു. പോർമുഖം നമ്മൾ പാടണ്ട, അവർ പാടുക. അവര് പാടുമ്പോൾ നമ്മളെക്കാട്ടി നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ കണ്ണൊക്കെ നിന്ന് നിറഞ്ഞു. പോർമുഖം പാട്ട് തീരുന്ന സമയത്ത് എല്ലാവരും കൈയടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയത്തില്ല, എൻ്റെ വീഡിയോ എടുപ്പുണ്ട്. ഞാൻ ഇങ്ങനെ മുട്ടൊക്കെ കുത്തിയിരുന്നിങ്ങനെ അലറിയെന്ന് വെച്ചാൽ എത്തിപ്പെട്ട് പണ്ടാരം. അതൊക്കെ ഭയങ്കര So let's welcome yours SD and Hip Hop JB. Welcome to the show. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ പറയാ, സന്തോഷം. വിശേഷം കുഴപ്പമില്ല, സുഖമായിട്ട് ഇങ്ങനെ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം SD is a rapper and a lyricist, and Hip Hop JB is a melodious singer and a music producer. So ഒരിക്കൽ കൂടി സ്വാഗതം to our show. താങ്ക് യു സോ മച്ച്. ഫാൻസിനെ പറ്റി ഉള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ലൈക്ക് അതായത് ഞാൻ പറഞ്ഞല്ലോ, ഫാൻസിനൊക്കെ ഓൾറെഡി ഇൻ ദി ബിഗിനിങ് ഓഫ് ദി ഇന്റർവ്യൂ ഞാൻ ചോദിച്ചിരുന്നു, ഫാൻസിനൊക്കെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്, അവരുടെ മെസ്സേജസിനൊക്കെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. സോ യു ഷെയർഡ് മീ വൺ എക്സ്പീരിയൻസ് അല്ലേ? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേര് മെസ്സേജ് അയക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറിഞ്ഞു വരുന്ന പിള്ളേരുണ്ട്. ഓക്കെ SD is a rapper, ഓക്കെ പുള്ളിക്കാരൻ്റെ പാട്ടല്ലേ പോർമുഖം, ഓക്കെ പുള്ളിക്കാരന് വേറെ പാട്ടുണ്ട്. അങ്ങനെ ആൾക്കാർ എക്സൈറ്റഡ് ആയിട്ട് കുറേ മെസ്സേജ്. എനിക്ക് ഒരുപാട് ഒരാൾ മെസ്സേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ താങ്ക് യു ബ്രോ, ലവ് യു സോ മച്ച്, ഓക്കെ അങ്ങനെ പറഞ്ഞു വിടുന്നതിലുപരി ആ മെസ്സേജ് അയക്കുന്ന വ്യക്തിക്ക് ഞാൻ റിപ്ലൈ കൊടുക്കും. എനിക്ക് ബ്രോ എന്ന് പറഞ്ഞ മെസ്സേജ് എന്തോ ഞാൻ ഇങ്ങനെ എന്തോ എന്ന് അടിക്കുമ്പോഴത്തേക്ക് വായിക്കുന്ന ചിലപ്പോൾ എന്തോ, പക്ഷെ ഞാൻ ഇങ്ങനെ എന്തോ അങ്ങനെ അയക്കും. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ ചിക്ക് ബക്ക് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് നമുക്ക് അവിടെ, പ്രൊമോഷൻ അല്ലേ നമുക്ക് അവിടെ ചിക്ക് ബക്ക് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. അപ്പം ഈ ഷോപ്പിൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും വർക്ക് ചെയ്യുന്നതും, അപ്പോൾ നമ്മളവിടെയുള്ള ഇക്കാൻ്റെ ഒരു ഷോപ്പാണ്. അപ്പം അവിടാണ് എന്റെ പ്രാക്ടീസ് ഫുള്ള് നടക്കുന്നത്. അല്ല അപ്പൊ അങ്ങനല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ഇങ്ങനെ നിന്ന്. അപ്പം അന്ന് എനിക്ക് വർക്കുണ്ട്. അപ്പം നൈറ്റ് അവിടെ ഞങ്ങൾ കട ഒതുക്കിയിട്ട് ഞാനിങ്ങനെ ബേസിൻ കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുക. ഷോപ്പിൽ ബേസിൻ കഴുകാൻ ഇവിടെ പാർട്ട് ടൈം ജോബായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ബേസിൻ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ പെട്ടെന്നൊരു മെസ്സേജ് വന്നു. അപ്പം എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, ഈ മെസ്സേജസ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ റിക്വസ്റ്റിനകത്ത് മെസ്സേജ് ഇറങ്ങുന്നത് കഴിയുന്നതിന് മുന്നേ കയ്യിൽ പാത്രം വെച്ചിട്ട് കഴിയുന്നതിന് മുമ്പ് നോക്കിയേക്കാം ഇൻസ്റ്റയിൽ കയറി. ഞാൻ റിക്വസ്റ്റിനകത്ത് നോക്കിയപ്പം ചേട്ടാന്ന് പറഞ്ഞ് കുറേ മെസ്സേജ്. ഓക്കെ ചേട്ടൻ്റെ പരിപാടി ഞങ്ങൾ കൊച്ചിയിൽ വെച്ച് ഞാൻ കണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ.
ചേട്ടന് ചേട്ടൻ ഇനിയും വലിയ നിലയിലേക്ക് എത്തട്ടെ ഞാൻ പറഞ്ഞു. താങ്ക് യു സോ മച്ച് ബ്രോ, ദിസ് മീൻസ് എ ലോട്ട് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് പെട്ടെന്ന് ചേട്ടാ എൻ്റെ അമ്മൂമ്മയ്ക്ക് വയ്യ 1,00,000 രൂപ ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ. ഞാൻ കയ്യിൽ ഇങ്ങനെ നിന്ന പാത്രത്തിന് 1,00,000 രൂപയും ഞാൻ 1,00,000 രൂപ എനിക്ക് എങ്ങനെ എൻ്റെ അടുത്ത് തോന്നി ചോദിക്കാൻ വെച്ചാൽ ആൾക്കാർ ഈ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. റിയൽ ലൈഫ് ഉറപ്പായിട്ട് ഞാൻ പറയാം, ഞങ്ങളൊക്കെ ഹാപ്പിനെസ് ഒന്നും നിങ്ങൾക്ക് ഫിൽറ്റ് ആവുന്ന കാര്യങ്ങൾ എൻ്റെ ഏറ്റവും മോശം സമയത്ത് എന്നെ പിടിച്ചു നിർത്തിയത് സംഭവം എന്ന് പറഞ്ഞ പാട്ടാണ്. എൻ്റെ ഏറ്റവും മോശം സമയത്താണ് ഞങ്ങൾ ഇപ്പോഴും കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എഴുതി വെച്ചേക്കെ ഇതിനകത്ത് ഞങ്ങൾ കരകയറി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു മോശം സമയത്ത് എത്തിപ്പെടത്തില്ല. ഞങ്ങൾ കുറേ മണ്ടത്തരങ്ങളൊക്കെ കാരണമാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയത്. കാരണം ഒരു പ്രായത്തിൻ്റെ ഇതിലൊക്കെ ഞങ്ങൾ പല രീതിയിലും കാശ് മറിക്കുകയും എടുക്കുകയും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ച് മെസ്സേജ് ഞാൻ ടെക്സ്റ്റ് ചെയ്തില്ല, ഞാൻ വോയിസ് അയച്ചു. എടാ നീ കാണുന്ന സെറ്റപ്പൊക്കെ ഉള്ളു കേട്ടാ, അല്ലാതെ ഒന്നുമില്ല. അപ്പോഴത്തേക്കും അവൻ തിരിച്ച് റിപ്ലൈ അയക്കുന്നത് ഒരു ഹൃദയം ചേട്ടാ ഒരു 300 ഞാൻ പറഞ്ഞു എടാ അതായത് ആ കടയിൽ നിന്ന് എനിക്ക് ഇറങ്ങിയിട്ട് വേണം 500 രൂപ മേടിക്കാൻ ശമ്പളം. അപ്പം ഞാൻ 300 ഷോ ഇതെന്താ ചെയ്യും. ഞാൻ പറഞ്ഞു എടാ ഇല്ലടാ, അപ്പൊ നമ്മളെ അവസ്ഥ മനസ്സിലാക്കുന്നവർ വേണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞടാ ഇല്ലടാ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. എൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ജോബിൻ എടാ ഒരു കാര്യം എന്തെടാ ഒരു സംഭവം ഉണ്ടായടാ. ഞാൻ ചേർന്ന് ചോദിച്ചു എന്തുടാ. എടാ നീ ഇത് കണ്ട എൻ്റെ അടുത്ത് ഒരു ചെറുക്ക 50,000 രൂപ ചെയ്യുന്നു സംഭവം. ഇവൻ ചില പരിപാടി കണ്ട് റിച്ച് ആയിട്ടൊക്കെ സെയിം ആയിട്ടൊക്കെ എൻ്റെ അടുത്ത് 50. ഇയാളുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് -1, എൻ്റെ കയ്യിൽ 100 രൂപയെങ്കിലും ഉണ്ട്. ഇപ്പം നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ലൈക്ക് ഒരുമിച്ച് ഒരു ടീമായിട്ടാണല്ലോ നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് സോ വാട്ട് ഐ എം ആസ്കിങ് ഈസ്, ഇനി ഒരു 10 years കഴിയുമ്പോൾ റാപ്പർ ആയിട്ടുള്ള SD-യും ആൻഡ് മെലോഡിയസ് സിംഗർ ആയിട്ടുള്ള ഹിപ്പ് ഹോപ്പും ഏത് പൊസിഷനിലായിരിക്കും നിൽക്കുക എന്നാണ് നിങ്ങളുടെ ഒരു ഡ്രീം? ലൈക്ക് യു ഇമാജിൻ. ഞങ്ങള് അറിയത്തില്ല ഇങ്ങനെ അങ്ങനെ പ്രിപ്പയർ ചെയ്തില്ല. ഫ്യൂച്ചറിനെ കുറിച്ചല്ല ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഞങ്ങളുടെ ഒരു സംഭവം, എൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ഇവിടം വരെ എത്തിപ്പെട്ട് ഇനി എത്തിപ്പെടും ഒരു ടൈപ്പ് ഓഫ് ഞാൻ പറയില്ല ഒരു അഹങ്കാരം എന്ന് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും ഇതെന്റെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം ഒന്നുമില്ല ഇനിയിപ്പം ഞാൻ ലോകമയ്ക്കകത്ത് എഴുതിയിട്ടുണ്ട് തോറ്റു തൊപ്പിയിട്ട് എനിക്കില്ലിനി തോൽവിയിൽ ഭയം എന്നും പറഞ്ഞ ലിറിക്ക് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇനി ഒരിക്കലും നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുക. അപ്പം ഈ ജേണിക്കകത്ത് ചിലപ്പോൾ ഞങ്ങൾക്ക് സ്പ്ലിറ്റ് ആവേണ്ടി വന്നേക്കാം. ബട്ട് സ്പ്ലിറ്റ് ആവുന്ന സംഭവം എന്തായാലും ഇവനും എൻ്റെ കൂടെ കാണും, ഞാൻ അവൻ്റെ കൂടെ കാണും. ഇതാണ് ഞങ്ങളുടെ ഡ്രീം വർക്ക്. എവിടെ എത്തിയാലും നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന കണക്ക് ഒരു 2 brothers ഒരുമിച്ച് നിന്നാൽ എന്തുണ്ടാക്കാൻ പറ്റും, ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു ഇവൻ ഇൻട്രോവേർട്ടാണ്, അത് 100% കണ്ടോണ്ടിരിക്കുന്ന ഒരിക്കലാണ്. ഇവൻ എന്തൊന്നും വേണ്ടാത്തവൻ ഇൻട്രോവേർട്ടാണ്. അപ്പം ഇവൻ കുറച്ചെങ്കിലും മാറിയത് കുറച്ചെങ്കിലും ഇത് ഓണായത് ഞാൻ ഇങ്ങനെ നടന്ന് ചുമ്മാ എനിക്ക് ഒത്തിരി സംസാരിക്കുന്ന ഇഷ്ടമാണ്, കഥ പറയുന്ന ഇഷ്ടം. അപ്പൊ ഞാൻ ഇതൊക്കെ എന്റെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ജീവിച്ചോളാം. സ്റ്റേജ് പ്രോഗ്രാമിനെ പറ്റി ചോദിച്ചത് നമ്മൾ വിട്ടുപോയി ചോദിക്കാൻ. കൺസേർട്സിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തില്ലല്ലോ. ലൈക്ക് ഞാൻ ചോദിച്ചത് അതായത് നിങ്ങൾ സോങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ലൈവ്ലി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാമോ? എക്സ്പീരിയൻസ് ഉണ്ട്, പറയടാ. പറ്റാത്തതെന്ന് പറഞ്ഞാൽ വർക്കലയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. വർക്കലയിൽ നമ്മൾ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം വർക്കാട് ഇതൊക്കെ പാടി നമ്മുടെ നോർമൽ ഹിപ്പ് ഹോപ്പ് കൾച്ചർ അതാണ് ഞങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട്. അതാണ് അവരും പറഞ്ഞത്, അതാണ് ചെയ്യേണ്ടത്, റാപ്പായിരിക്കും മൊത്തം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് കൺസേർട്ട് തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് അടുത്തിരുന്ന ഒരാൾ വന്നിട്ട് അല്ല ഞങ്ങള് ഷോ ചെയ്തോണ്ടിരിക്കുക, എക്സാക്ട്ലി ഷോ ചെയ്തോണ്ടിരിക്കുക. അതാ പറഞ്ഞ ഇവൻ പറയുമ്പോ ക്ലിയർ ആയിട്ട് പറയത്തില്ല. ഞാൻ അവിടെ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ടല്ലോ ഭയങ്കര സാധനം. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവൻ സാധനം പാടണം. മറ്റേ ഹമ്മിങ് ഇങ്ങനെ ഹമ്മിങ് ഉണ്ട് ഇവന്റെ. അപ്പോഴത്തേക്ക് ഈ ഹമ്മിങ് ലേറ്റ് ആയി. ഞാൻ പെട്ടെന്ന് ഇനി എന്റെ തെറ്റാണ്, എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കാരണം ഞാൻ ഇതൊന്നും നോക്കത്തില്ല. ഞാൻ പെട്ടെന്ന് കയറി ഓണായിട്ട് തിരിഞ്ഞു നോക്കി ജോബിന്റെ പെടലിയിലെടുത്ത് വിജയുടെ പാട്ടോ സ്റ്റേജില് പരിപാടി നടക്കുക. ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നതിലേക്ക് ഞാൻ നോക്കുന്നത് ജോബിന് കൊണ്ട് അത് സംഭവം അത് ഭയങ്കര കോമഡി ആയിരുന്നു. പക്ഷെ ഒരേ സമയം ഞങ്ങക്ക് ദേഷ്യവും വന്ന് കോമഡി വന്നു വെച്ചാൽ
നമുക്ക് ദേഷ്യം വരില്ല, സങ്കടം വരും. അതായത് എല്ലാ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. എനിക്കറിയാം, ആരും നമ്മളെ പാട്ട് കേട്ടിട്ടില്ല. അപ്പൊ ആ ഒരു സാധനമൊക്കെ ഞങ്ങൾ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ സ്റ്റേജ് പ്രോഗ്രാം ഇങ്ങനെ കഴിഞ്ഞ് തീരാറായപ്പോഴത്തേക്കും എല്ലാരും ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് അതിന്റെ ഇടയ്ക്ക് വേറെ ആൾക്കാരുടെ ഈ പാട്ട് പോർമുഖം പാടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പോർമുഖം അപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ കുറെ ലേഡീസ് ഒക്കെ കുറെ ലേഡീസ് നിന്നിട്ട് ഇങ്ങനെ വേറെ പാട്ട് പാടുക, വേറെ പാട്ട് ഞങ്ങൾ സ്റ്റേജിൽ നിൽക്കുക, നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റും. അപ്പം എനിക്കിത് പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാനപ്പം എന്തുവാ മറ്റേ മൂടിൽ നേരം വേണം ചേരും അങ്ങനെ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്ത് പാടുമ്പോഴത്തേക്ക് അവരുന്നുണ്ട് ഇങ്ങനെ. അതിലേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിട്ട്. ഇപ്പൊ ഷോ തീർന്നു. നമുക്ക് അന്ന് ഞങ്ങൾ ചെയ്യുന്നത് 30 മിനിറ്റ് ഷോ ആയിരുന്നു. അപ്പം ഷോ തീർന്നപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞ്, നിങ്ങൾക്ക് ഞങ്ങൾ അറിയത്തില്ലായിരിക്കും, എൻ്റെ പേര് SD, ഇത് ഇപ്പം ജെബിയുടെ കയറിയപ്പോഴും ഞാൻ ഇത് പറഞ്ഞതാ. ബട്ട് ഇപ്പം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഒരു ദിവസം എൻ്റെ പാട്ട് നിങ്ങളെ പ്ലേലിസ്റ്റ് ഭരിക്കുന്ന ഒരു ദിവസം വരും എന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ അത് സങ്കടത്തിൽ പറയാം. ഞാനതൊരു എന്തിനായിട്ട് പറയാം, എൻ്റെ സങ്കടത്തിൽ പറഞ്ഞ ഒരു ദിവസം എൻ്റെ പാട്ട് നിങ്ങളെ പ്ലേലിസ്റ്റിലൊക്കെ ഭരിക്കും. അന്ന് എൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ക്യൂ നിൽക്കും എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ. എന്നിട്ട് എങ്ങനെ പറയും SD ആൻഡ് ഹിപ്പ് ഹോപ്പ് ജെബി സൈനിങ് ഓഫ് ഫ്രം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഇറക്കും ഞങ്ങൾ. ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി എനിക്ക് സങ്കടം കാരണം ഇരിക്കാൻ പറ്റില്ല. ഓൾറെഡി അവിടെ ഒരുപാട് ഇഷ്യൂസ് നടന്നായിരുന്നു. സൗണ്ട് ചെക്കിന്റെ ടൈമിൽ സൗണ്ട് ചെക്ക് ചെയ്യുന്ന പുള്ളിക്കാരൻ പറഞ്ഞ് ഒരു മൈക്കേ ഉള്ളൂ, ഒരാളെ കയറി ചെക്ക് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞ് നമ്മൾ അത്രയും നേരം നല്ല ഡിലേ, വൈകിട്ടും 2 മണിക്കൂറിന് സൗണ്ട് ചെക്ക് 7 മണി. അപ്പൊ പുള്ളിക്കാരൻ അതാണ് ഞങ്ങൾ ഏറ്റവും വേസ്റ്റ് സംഭവം പരിപാടി. അപ്പം പുള്ളിക്കാരൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒരാളും കയറി പാടും. അപ്പോഴത്തേക്ക് പാടുന്ന പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് അവരത്ര എക്സ്പീരിയൻസ്ഡ് അല്ല എഞ്ചിനീയേഴ്സിന്റെ അത്രയും. പക്ഷെ എനിക്കത് സങ്കടം വന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞു, ചേട്ടാ 2 പേരിന്ന് പാടേണ്ട സ്ഥലത്ത് ഒരാൾ പാടിയിട്ട് എന്ത് കാര്യം എന്ന് വെച്ചിട്ട് ഞാൻ മൈക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ രാത്രി ഈ ഇൻസിഡന്റ്. അപ്പൊ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് രസം എന്താ പറയുക, ഈ ഷോയുടെ കാശ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഈ ഷോയുടെ കാശ കിട്ടിയിട്ടില്ല. അപ്പം ആ പോർമുഖം പറഞ്ഞില്ലേ പ്ലേലിസ്റ്റ് ഭരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ അന്ന് ഇറങ്ങിയപ്പോഴേ ഞങ്ങൾ പറഞ്ഞു, കൊല്ലത്ത് ഇനി ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആ പോർമുഖം നിങ്ങൾ പാടിയിരിക്കും എന്നുള്ള പാടണം, എല്ലാവരും പാടണം എന്നുള്ള ചേർത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. കുറച്ച് നാൾക്ക് ശേഷം ഈ കഴിഞ്ഞ മാസം ഞങ്ങൾക്കൊരു കൊല്ലത്ത് പരിപാടി കിട്ടിയായിരുന്നു. അപ്പം ബിഷപ്പ് ജെറോം കോളേജിൽ നല്ലൊരു അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു. പോർമുഖം നമ്മൾ പാടണ്ട, അവര് പാടുക. ലൈക്ക് അപ്പൊ നമുക്കൊരു നമുക്ക് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന പറഞ്ഞാൽ നമ്മള് പാടിയൊരു പാട്ട് ലൈക്ക് അവര് പാടുമ്പോ നമ്മളെക്കാട്ടി നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ കണ്ണൊക്കെ നിന്ന് നിറഞ്ഞെന്ന് ലൈക്ക് പാടിക്കൊണ്ടിരുന്ന പാട്ട് അവര് പാടുമ്പം ഇത്രയും പേർക്ക് ഇപ്പൊ അറിയാം. ഈ വന്നേക്കുന്ന ഒരു 1000 പേരാണെങ്കിൽ 1000 പേർക്കും അറിയാം. അത്രയും രീതിയിലുള്ള ഞങ്ങളൊക്കെ ഇതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ മാത്രമല്ല ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നമ്മളെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളെ SD ആൻഡ് ഹിപ്പ് ഹോപ്പ് ജെബി പ്രസന്റ്, അതായത് റെപ്രസെന്റ് ചെയ്ത് നിൽക്കുക. വി ആർ റെപ്രസെന്റിങ് കൊല്ലം ഫ്രം ദ സൗത്ത് സൈഡ്. ഞാൻ അങ്ങനെയാണ് ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ പറയാം. കൊച്ചിയിലാണ് ഞങ്ങളെ വളർത്തിയത്. കൊച്ചിയാണ് നമ്മളെ വളർത്തിയ സ്ഥലം. കൊച്ചിയിൽ നിന്നാണ് ഞങ്ങൾ ഓരോ കൺസേർട്ടും പയ്യെ ലൈക്ക് കൺസേർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഷോ നടത്തി പയ്യെ ഓരോ ഷോ നടന്ന് ഞങ്ങളൊരു കുറച്ചുപേര് അറിയുന്ന രീതിയിൽ വന്നത് കൊച്ചിയിലാണ്. ഞങ്ങളെ ഏറ്റവും വലിയ ഷോ എന്ന് പറയുന്നത് ഒച്ച ഫെസ്റ്റിവലായിരുന്നു. അതെ, സംഭവം പറയുമ്പോൾ ഗബ്രി വന്നത് ഒച്ച ഫെസ്റ്റിവലിൽ നിന്ന്, ഞാനെന്നുള്ള ആർട്ടിസ്റ്റും വന്ന് ഒച്ച ഫെസ്റ്റിവലിൽ നിന്ന്. ഞങ്ങൾ ആദ്യത്തെ അതായത് എനിക്ക് സ്റ്റേജ് ഫിയർ ആയിരുന്നു ഭയങ്കര. സ്റ്റേജ് ഫിയറിന് അത്ര വലിയ സ്റ്റേജിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പം ആൾക്കാരൊക്കെ നിൽക്കാം ചെയ്യുമെന്നറിയാം. പക്ഷെ അന്ന് പോർമുഖം റിലീസ് ആയിട്ടില്ല, അവിടെയാണ് റിലീസ് ചെയ്യുന്നത് ഞങ്ങൾ പാട്ട്. അവിടെ ലൈവായിട്ടാണ് ഞങ്ങൾ ആ പാട്ട് റിലീസ് ചെയ്യുന്നത്. ഞങ്ങളെ ഫസ്റ്റ് പരിപാടി ഓപ്പണിങ് ഞങ്ങളായിരുന്നു. അപ്പം സ്റ്റേജിൽ കയറിയപ്പോൾ 39 പേരുണ്ടായിരുന്നു സ്റ്റേജിൽ. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, സൈനയുടെ ഒരു ആദ്യത്തെ പരിപാടി ഞങ്ങൾ ചെയ്ത പൊട്ടിപ്പോയി. അപ്പം ഞങ്ങൾക്കറിയാം പൊട്ടിയത്, കാരണം ഞങ്ങളെ പാട്ട് ആർക്കും അറിഞ്ഞൂടാത്തോണ്ട് വർക്കാണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പൊ അറിഞ്ഞൂടാത്തോണ്ട് അവർക്ക് അറിയത്തില്ല തെറ്റിയത് എവിടാന്ന്. സത്യത്തിൽ പാടിയപ്പോൾ തെറ്റിപ്പോയെന്ന്. അപ്പം ആ ഒരു റിഗ്രറ്റും സംഭവം എല്ലാം ഇങ്ങനെ ഉള്ളിലിങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഒച്ച ഫെസ്റ്റിവൽ കിട്ടുമ്പോഴത്തേക്കും ഞാൻ 2 ദിവസമായിട്ട് ഒച്ച ഫെസ്റ്റിവലിന്റെ 2 ദിവസമായിട്ട് ഞാൻ സൈലന്റ്. ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ഒരു വ്യക്തി സൈലന്റാണ്. കാരണം ഇവന്റെ അടുത്ത് പറയടാ, നീ മൈക്ക് ഇങ്ങനെ പിടിച്ച് ചുമ്മാ നടന്നൊക്കെ ചുമ്മാ അങ്ങ് പാടിക്കോ, മൈക്കില്ലാതെ പാടി പഠിക്കുക. അപ്പം നീ വെക്കുമ്പോൾ മൈക്ക് കറക്റ്റ് പൊസിഷൻ ആയിരിക്കില്ല. അങ്ങനെയാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒച്ച ഫെസ്റ്റിനെത്തി കയറി ഞങ്ങൾ പെർഫോം ചെയ്യാൻ നേരത്ത് ഞാനിങ്ങനെ പരിപാടി തുടങ്ങി. 15 മിനിറ്റ് എന്നുള്ളത് കട്ട് ചെയ്ത് 10 മിനിറ്റ് ആക്കി ഞങ്ങളുടെ പരിപാടി.
പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും 50 പേരെന്നുള്ള കണ്ണടച്ചിന്നൊക്കെ പാടിയത്. 50 പേരെന്നുള്ളത് ഒരു 10, 200, 300 പേരുണ്ടായിരുന്നു. ഇൻക്രീസ് ആയിട്ട് അവിടെ എല്ലാവരും ആ പോർമുഖം പാട്ട് തീരുന്ന സമയത്ത് എല്ലാവരും കൈയടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയത്തില്ല, എന്റെ വീഡിയോ എടുപ്പുണ്ട്, ഞാൻ ഇങ്ങനെ മുട്ടൊക്കെ കുത്തിയിരുന്നിങ്ങനെ ഇങ്ങനെ അലറിയെന്ന് വെച്ചാൽ എത്തിപ്പെട്ട് പണ്ടാരം ആ ഒരു സാധനം. ഇനിയിപ്പം ഇപ്പം ഈ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുക, വാട്ട് അബൌട്ട് യുവർ ഗേൾ ഫാൻസ് അല്ലെങ്കിൽ മറ്റ് ഗേൾ റാപ്പേഴ്സ് അവരൊക്കെ ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ? റാപ്പേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, കുറെ ഈ പാടുന്ന പിള്ളേരുണ്ടല്ലോ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് നമ്മളെങ്ങാട്ടും ഫാൻസ് ഉള്ള പിള്ളേരുണ്ട്. അപ്പം ഞാൻ റീസെന്റ് ആയിട്ട് പൂർമുഖമൊക്കെ കുറെ പെൺകുട്ടികൾ ഇങ്ങനെ പാടിയിട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇവരൊക്കെ ഇപ്പോഴും ഇവർക്ക് ഞാൻ ആദ്യം ഇവരിങ്ങനെ ടാഗിൽ കിടക്കുമ്പോഴാണ് കയറുന്നത്. അപ്പം ഇവരെ ഫോളോവേഴ്സ് ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അതിശയിപ്പിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കപ്പോൾ 2000 ഫോളോവേഴ്സേ ഉള്ളൂ, ഇവർക്ക് 30K+ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ നോക്കും, ഓക്കെ ഇവര് ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇവരിങ്ങനെ ഓരോരുത്തരെ പാട്ട് പാടി അത്രയും ഇപ്പം ഹിറ്റാവുന്ന പാട്ടുകൾ നോക്കി അവർ അത്ര വൃത്തിയായിട്ട് പാടും. അപ്പം അങ്ങനെ കുറച്ച് ഗേൾസ് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ അല്ലാതെ അതൊക്കെ ഭയങ്കര പേഴ്സണലാണ്. ഉമ്മ അടിക്കും ഇങ്ങോട്ട് ആയുധം സംഭവം. ഫാമിലിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ മാരീഡാണ്. എൻ്റെ അച്ഛൻ കൊച്ചിയെ മരിച്ചുപോയിരുന്നു. അപ്പം അമ്മയാണ് നോക്കിയത്, ആൻറ്റിയാണ് നോക്കിയത്. അപ്പം അമ്മ ഗൾഫിലായിട്ട് അങ്ങനെയൊക്കെയാണ് നിന്ന്. അപ്പം അങ്ങനെ കുറച്ച് ഇപ്പം മാരീഡാണ്. അതുകൊണ്ട് എന്റെ ഗേൾഫ്രണ്ട്സിനെ പറ്റി പറയാൻ പറ്റില്ല. അട്ടി വരുന്ന വഴി അമ്പൊക്കെ ഇങ്ങനെ മറ്റേ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സാധനമുണ്ട്, മറ്റേ മെറ്റൽ ഷീൽഡൊക്കെ ഇട്ട് ഒരു കണ്ടുണ്ടോ എല്ലാവരും, മെറ്റൽ ഷീൽഡൊക്കെ ഇട്ട് ഒരാളിങ്ങനെ വന്നിട്ട് ഒരിക്കലും എവിടെ അമ്പ് കൊള്ളാത്ത രീതിയിൽ കണ്ണൊക്കെ ഹെൽമെറ്റൊക്കെ മറച്ചേക്കും ഒരു ചെറിയ സാധനം അതേപോലെ കൊള്ളും നമുക്ക്. എല്ലാവരുടെയും സ്വപ്നം ലൈക്ക് വാട്ട് എവർ യു ഡു, എല്ലാവരുടെയും സ്വപ്നം എൻഡ് ഓഫ് ദ ഡേ സിനിമ മൂവി എന്ന് പറയുന്നതാണ്. സോ നിങ്ങൾക്കും ആ ഒരു ബിഗ് സ്ക്രീനിലേക്ക് വരണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, സോ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ലൈക്ക് ഞാനൊരു 10 years കഴിയുമ്പോൾ നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചു സർ. സോ ഇതിപ്പോ ചോദിക്കുകയാണ് അബൌട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ്. ആഗ്രഹമുണ്ട് എല്ലാവരെ പോലെ ഞങ്ങൾക്കും ആഗ്രഹം. ഒരു പാട്ടെങ്കിൽ ലൈക്ക് ഒരു പാട്ട് ആദ്യമേ മമ്മൂട്ടിയുടെ പടത്തിലൊക്കെ ചെയ്യാം. മമ്മൂക്ക നിങ്ങളുടെ മ്യൂസിക് ഡയറക്ഷനിൽ മമ്മൂക്ക ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ? മമ്മൂട്ടിന്റെ ഒരു പടം ഇല്ലെങ്കിൽ ഒരു മോഹൻലാലിന്റെ പടം, ഓക്കെ അതെല്ലാം വിടും, ഇവർ രണ്ടുപേരും വിടും, വേണ്ട വിജയുടെ പടം. നമ്മളെ ചിന്തയൊക്കെ ഇങ്ങനെ അത് സംഭവം കൊടുമുടിയോളം സ്വപ്നം കാണാൻ ഒരു കുന്നോളം തരുമെന്നൊരു കോൺസെപ്റ്റാണ്. നമുക്ക് അറിയത്തില്ല ആരാ വിളിക്കുക. ഇപ്പൊ സുഷിനൊക്കെ വിളിക്കുക. അപ്പൊ നമ്മളിങ്ങനെ ചേട്ടന്റെ കൂടെ പാട്ടൊക്കെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തൊരു മറ്റേ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് പാട്ടിറങ്ങുമ്പോഴത്തേക്ക് നമ്മള് പാട്ട് എടുക്കുമെന്ന് അറിയാൻ വേണ്ടി ആ ടൈമിൽ നമുക്ക് അറിയത്തില്ല. നമ്മള് ഹണി സിംഗറിന്റെ ഹണി സിംഗറിന്റെ ലേബലിനൊക്കെ ഞങ്ങൾ ചുമ്മാ അയച്ചു കൊടുക്കും. എന്നിട്ട് അത് വെയിറ്റ് ചെയ്തിരിക്കും എന്നുള്ളതാണ്, റിപ്ലൈ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ രസം. ആരും റിപ്ലൈ പോലും നിൽക്കുന്നില്ല. മൂവീസിന് ഞങ്ങൾ കുറച്ച് ട്രാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മൂവീസിനായിട്ടല്ല, ലൈക്ക് എല്ലാ ഇപ്പോൾ ഓഡീഷൻ പോലെ വരുമല്ലോ, നമുക്കൊരു ട്രാക്ക് അയക്കാമല്ലോ. ഇപ്പൊ റീസെന്റ് വാഴ 2 ഇത് പോസ്റ്റർ കണ്ടിട്ട് കുറെ ഫ്രണ്ട്സ് എനിക്കൊരു 20, 25, 30 മെസ്സേജ് സംതിങ് വന്നിട്ടുണ്ട്. ഈ 30 പേരും എനിക്ക് അയച്ചേക്കുന്നത് ഞാൻ ചിന്താ ഇന്ന് ഇത്രയും മെസ്സേജ് എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ വാഴ 2 ഇതാണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ സോങ് ഉണ്ടോ എടുക്കാന്നും പറഞ്ഞു. അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച ഒരു ബീറ്റ് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ അങ്ങനെയല്ല, ലൈക്ക് ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ട്സിനെ കുറിച്ചൊരു സംഭവം, ഫ്രണ്ട്സിനെ കുറിച്ച് ചെയ്യണമെന്നുള്ള ഒരു കൺസെപ്റ്റും കാര്യങ്ങളുണ്ട്. അപ്പൊ അയാൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ജസ്റ്റ് കുക്ക് ചെയ്യാന്നുള്ള ഏറ്റവും പാടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 നൈറ്റിനോടുകൂടി തീർന്നു. ഒരു രാത്രിയോട് തീർന്നു. ഒരു 6 മണിക്ക് തുടങ്ങി 10-12 പിന്നെ 6 മണി 12 മണിക്കൂറിൽ സംഭവം. രസം എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പാട് എനിക്ക് തോന്നുന്നു കൂട്ടുകാരെ കുറിച്ച് എഴുതാൻ, ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവത്തിനെ കുറിച്ച് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എന്ത് പറയണോന്ന് അറിയത്തില്ല. അപ്പം അഭിലാഷ് ബ്രിട്ടോയും അതായത് പോർമുഖത്തിന്റെ ലിറിക്സ് അവനും എഴുതിയിട്ടുണ്ട്. അപ്പം അഭിലാഷ് ബ്രിട്ടോയും ഞാനും കൂടെ കുക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേ സാധനത്തിനെ കുറിച്ച് എഴുതി. എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോ ആ പാട്ടിന്റെ ലൂപ്പിൽ ഞങ്ങള് ആ പാട്ടിലെ ലൂപ്പില, അതായത് എവിടെ പോയാലും ചുമ്മാ ഞങ്ങൾ ഇങ്ങനെ പോകുന്നിടത്ത് ആ പാട്ടിട്ട് ഞങ്ങൾ പിന്നല്ലേ പാട്ട് അടിപൊളി ആ ഒരു സംഭവമൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കോംബോ നല്ല നൈസാണ്. ലൈക്ക് എന്ന് വെച്ചാൽ ലിറിക്സിൽ അഭിലാഷിന്റെയും ഇവന്റെയും കോംബോ കുറച്ചുകൂടെ നൈസാണ്.
കാരണം അഭിലാഷിന്റെ വേ ഓഫ് തിങ്കിങ്ങും ഇവന്റെ വേ ഓഫ് തിങ്കിങ്ങും രണ്ട് സെപ്പറേറ്റാണ്. അപ്പൊ നമുക്ക് രണ്ട് സെപ്പറേറ്റോട് ഒരുമിച്ച് കിട്ടുമ്പോൾ ലൈക്ക് അതൊരു ബിഗ് സംഭവം എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടുള്ളത്. അപ്പൊ എഴുതുന്ന ഒരു തീം തന്നെ തീമായിരിക്കും, ഒറ്റ സാധനമായിരിക്കും. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും എഴുതുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് രണ്ട് രീതിയിലായിരിക്കും. അതായത് എൻ്റെ വേ ഓഫ് സ്ലാങ്ങിലായിരിക്കും ഞാൻ കൂട്ടുകാരെ കുറിച്ച്, അവൻ്റെ വേ ഓഫ് സ്ലാങ്ങിലാണ് എഴുതുമ്പോൾ ഞങ്ങളത് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതുവരെയും ഞങ്ങൾ എല്ലാ ട്രാക്കിലും ഇത് പോസിബിൾ ആയിട്ടുള്ളൂ. ഇതുവരെ ഒരു ട്രാക്കിൽ ഞങ്ങൾ മാറ്റിയേക്കേണ്ടി വന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും സമയം കളയണ്ട നിങ്ങളുടെ ഒരു റാപ്പ് സോങ് കേൾക്കാം. നിങ്ങൾക്ക് ഇഷ്ടമല്ല പൂർവ്വകം ഓർ ദ തമിഴ് ഈവൻ അത് നമ്മൾ അതിനെ പറ്റി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തമിഴ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവൻ ചെന്നൈയിൽ നിന്നപ്പോഴത്തേക്ക് പഠിക്കുന്ന സമയത്ത് ഒരു പാട്ട് ഒരു ബീജിയങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് ബീജിയമായിരുന്നു. അപ്പം ബീജിയം കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ലൈക്ക് ഇഷ്ടപ്പെട്ടു. ഒരു തീം വില്ലൻ തീം ബീജിയം പോലത്തെ ലൈക്ക് എനിക്ക് പെട്ടെന്ന് അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അതുകൊണ്ട് ഇത് പാട്ടാക്കി കൂടാന്ന് പറഞ്ഞ അവൻ തന്നെ പാട്ടാക്കാൻ പറഞ്ഞു, ബീറ്റൊക്കെ ചെയ്ത് പാട്ടാക്കാൻ പറഞ്ഞു. അപ്പം ഞാനൊരു കുറച്ചാളെടുത്തിട്ട് അത് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞിട്ട് അവൻ തന്നെ വന്നു, ഇവൻ തന്നെ പറഞ്ഞു തമിഴ് എങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ തമിഴ് എനിക്ക് യോഗി ബീനെ ഭയങ്കര ഇഷ്ടമായോണ്ട് ഓക്കെ ദിസ് ഈസ് ദ ടൈം ഫോർ വൺ ഒരു ഒറ്റ തമിഴ് അതായത് യോഗി ബീയുടെ സ്റ്റൈലിൽ ഇൻസ്പയർഡ്. ഞാൻ ഭയങ്കര ഇഷ്ടം എനിക്ക് യോഗീനെ. സോ ഞാൻ അങ്ങനത്തെ ഒരു തീമില് ധനുഷിന്റെ ജഗമേ തന്ത്രത്തിന്റെ ഒരു കോൺസെപ്റ്റ് അവന്റെ മൈൻഡിലുണ്ട്. ജഗമേ തന്ത്രത്തിനകത്ത് എന്തുകൊണ്ട് ഈ പാട്ട് വന്നങ്ങനെ ഇരിക്കും. ഒരു വില്ലനാണല്ലോ അതിനകത്ത്, വില്ലൻ ഹീറോയിസ് എല്ലാവർക്കും അവരുടെ വില്ലൻ ഹീറോ ആയിരിക്കും അല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മളൊരു വില്ലനിസം കാണിച്ചാൽ പോലും അതിനകത്തൊരു ഹീറോയിസം കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ആ തീം വെച്ചിട്ട് ഞാൻ വർക്കാട് കഴിയുമ്പോഴത്തേക്കാണ് ഈ പാട്ട് എഴുതുന്നത്. പൂർമുഖത്തിന് മുന്നെയാണ് ഈ ട്രാക്ക് എഴുതുന്നത്. അപ്പോഴേ ഞാൻ എഴുതുന്നുണ്ട്, ഹേ ഇങ്ക പാറുടാ ഇവ യാറുടാ ഇനി കേളുടാ ഇത് പോതുണ്ടാ മോതി പാറുടാ ஊரில் அவன் பேருதா காத்துக்குள்ள நீயும் கேக்குதா கை நெடுங்குதா பயம் நெருங்குதா இனி கேலரி ஃபுல்லா சத்தந்தா கத்திக்கிட்டு தான் மாசுதா சிங் சிங். ഇതിനകത്ത് ഏറ്റവും വലിയതായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, രാഘവ കാട്ടള എന്ന് പറഞ്ഞ സേലത്തെ ആർട്ടിസ്റ്റിനെ. ഭയങ്കര ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റാണ്. ഞങ്ങൾക്ക് ഇത് വെറുതെ ഒരു തമിഴ് സോങ് ഉണ്ടാക്കുന്നതിനുപരി ഹൗ ഇറ്റ് മേക്ക് പെർഫെക്റ്റ്ലി, അതായത് ഒരു തമിഴ് ആള് കേട്ട ഒരാള് കേട്ട് കഴിഞ്ഞാൽ ആടെ അത് തമിഴാണ് ഇല്ലാത്ത പോലെ എനിക്ക് കിട്ടണമെന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പം ഞങ്ങള് ആ പാട്ടിന് വേണ്ടിയിട്ട് ഏകദേശം 6 മാസം വർക്ക് ചെയ്തില്ല. അതിനകത്ത് 1 മാസം ഞാൻ ആകെയായിട്ട് സംസാരിച്ച് കണക്ട് ആയിട്ട് സ്ലാങ്സിന്റെ കാര്യം അവൾ എനിക്ക് പറഞ്ഞു തന്നിട്ടാ, இப்படி சொன்னாதா നീ നനച്ച വാക്കോടെ അർത്ഥം. അപ്പം ഞാനിങ്ങനെ മലയാളം ഞാൻ പറയുന്ന അവൾക്ക് മനസ്സിലാവും, അവള് തമിഴിൽ എനിക്ക് എൻ്റെ അടുത്ത് പറയും. പിന്നെ ഞാൻ എഴുതിയത് എന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കണം, ഞാൻ ഇംഗ്ലീഷിൽ അത് പറഞ്ഞു കൊടുക്കണം. I'm thinking about barricade in front of us. அப்போ தடைகள் இந்த மாதிரி நீ எழுதியது என்னடா பண்ணி வச்சிருக்க, இந்த மாதிரி வேணும் தமிழ்ல கிடையாதுடா പുറമ്പോക്ക്. അപ്പം അവൾ ഇതിനകത്തൊരു കടകായിട്ട് നമ്മൾ ലിറിക്ക് ഫുള്ളി എഴുതിയെങ്കിലും അതിന് സ്ലാങ് ഉണ്ട്. നമ്മൾ പറയുന്ന തടകളിലെ പൊട്ടി ചീരുന്തൊക്കെ മുടിച്ചത് ആ ഒരു സാധനം ഇങ്ങനെ പറയുമ്പോൾ ഉള്ളൊരു സ്റ്റൈലും ഒരു ഗ്യാങ് ബാങ് അത് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് ലൈവായിട്ട് പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു വലിയ കറുത്ത ഒരു കോട്ടുണ്ട്, അത് ആ പാട്ടിന് വേണ്ടിയിട്ട് ഗീതു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് ചെയ്യുന്നത് എനിക്ക്. അപ്പൊ അതെടുത്തിട്ട് വവ്വാൽ എന്ന് പറയുന്നത് എല്ലാവരും വവ്വാലിന്റെ സാധനം ഇങ്ങനെ കുറെ തുണിയൊക്കെ നൂലൊക്കെ ആ സാധനം ഇങ്ങനെ ചെന്നിട്ട് ഞാൻ ഒരു ഗഡാഗടിയനെ കണക്കിങ്ങനെ നടക്കുകയായിരിക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ പാടുമ്പോഴത്തേക്ക് അതിനെ ചിരിക്കുന്നതൊക്കെ ഉണ്ട്. ആ പാട്ടിനകത്ത് ചിരിക്കുന്നുണ്ട്. ഞാൻ അതുപോലെ ലൈവായിട്ട് അവിടെ ചെയ്യും. അത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കും. അത് ഫുള്ളി ഞങ്ങൾ ആ ട്രാക്കിനകത്ത് ഒരു സൈഡിൽ പോലും ഞാൻ മിണ്ടാതിരിക്കത്തില്ല. അത് ഫുള്ള് ഞങ്ങൾ കറക്റ്റ് പെർഫെക്റ്റ് ലൈവായിട്ട് പോകും. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇവൻ ബാക്കിൽ കോറസായിട്ട് പോയി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടം പെർഫോം ചെയ്യാൻ ബാഡ് ഗായ് ഭയങ്കര ഇഷ്ടം പെർഫോം ചെയ്യാൻ. എല്ലാം ഇഷ്ടമാണ്. ബട്ട് ഈ ബാഡ് ഗാൻ ആയെന്തോ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് കയറുന്നതിന് പറയാം അടുത്ത് ഇവിടെ ഇച്ചിരി പുക കൂട്ടി അടിച്ചൊന്ന് ചോപ്പിച്ചേരണേ. ഞാൻ ഇങ്ങനെ പറയുന്നത് കുറച്ച് പുക കൂട്ടി അടിച്ച് ചോപ്പിച്ചേരണേ, ഒരു കാര്യം നടക്കാൻ പോകുക എന്നൊക്കെ പറയും. അപ്പൊ ഇതിന്റെ തീം സോങ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ വണ്ടറായിട്ടിരിക്കും. അപ്പോഴത്തേക്കും ഞാൻ ഹേയ്, അപ്പോഴത്തേക്കും എല്ലാവരും So നിങ്ങൾക്ക് വൈകിട്ട് സമയമായി. So thank you SD and Hip Hop JB for joining with us. Thanks a lot. അതുപോലെ തന്നെ നിങ്ങളുടെ ഇനി കുറേ പ്രോജക്ട്സ് വരുന്നുണ്ടെന്ന് അറിയാം. ലൈക്ക് വാഴ 2 അപ്ലൈ ചെയ്തിട്ടുണ്ട്. And you have tried തമിഴ്.
അങ്ങനെ സോ എല്ലാത്തിനും ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും അങ്ങോട്ട് ഒരുപാട് അറിയപ്പെടുന്ന റാപ്പ് സിംഗേഴ്സായി മാറട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് us. എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരോട്? ഓക്കെ. മറ്റേ സമയം ഞങ്ങൾ എപ്പോഴും യൂസ് അപ്പ് ഈ ഹോമീസ്. ഇത് നിങ്ങളുടെ സ്വന്തം എസ്ഡി ആൻഡ് ഹിപ്പ് ഹോപ്പ് JB സൈനിങ് ഓഫ് ഫ്രം ബാക്കിപ്പുറം. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്.